വായിൽ വെള്ളിക്കരണ്ടിയുമായ ഒരു പെറ്റി ബൂർഷ കുടുംബത്തിൽ ജനിച്ചവൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാവില്ല. അവക്ക് തോന്നുമ്പോൾ പ്രേമിക്കാനും തോന്നുമ്പോൾ കല്യാണം കഴിക്കാനും. ഇതെന്താ അമേരിക്ക ഇറാഖിനോട് ആജ്ഞാപിക്കുന്നത് പോലെയാണോ സ്ത്രീ പുരുഷ ബന്ധം? 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു പഠിച്ചൊരു യുവ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. എന്റെ പ്രണയബന്ധം തകർന്നതിനെ പറ്റി മിസ്റ്റർ രാജേന്ദ്രൻ വാഴയിലേക്ക് എന്താണ് അഭിപ്രായം? വാഴയിലല്ല, ചീഫ് എഡിറ്റർ രാജേന്ദ്രൻ വാഴയില. ഇതുപോലൊരു പരമകന്യയെ പ്രേമിക്കുന്ന ആ പെൺകുട്ടിയുടെ തലക്ക് തളം വെക്കണമെന്നും വരട്ട് തത്വവാദം പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്ന നിന്നെ പോലുള്ള കുട്ടിസഹാക്കന്മാരെ നാട് കടത്തണമെന്നുമാണ് എന്റെ അഭിപ്രായം. കോപ്പിൽ ഉണക്ക വാഴയിലെ ചുമ്മാതല്ല താൻ മഞ്ഞപത്രത്തിന്റെ പത്രാധിപരായി പോയത്. അധസ്ഥിത വർഗത്തിന്റെ പ്രായോഗിക ജീവിത രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢി. ജീവിത സന്ധാരണത്തിനായി പടപൊരുതുന്ന ഒരു പാവപ്പെട്ട കുട്ടനാടൻ കർഷക വിപ്ലവ കുടുംബത്തിൽ അംഗമാണ് ഞാൻ. പുര നിറഞ്ഞു നിൽക്കുന്ന 2 പെങ്ങന്മാരെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താൻ പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ 2 കെട്ടിയതാ, ഒരു സ്റ്റെപ്പിന് വേറെയും. അല്ലെങ്കിൽ നിന്നെ സഹായിച്ചേ. നാണം കെട്ട മുതലാളിത്ത സംസ്കാരത്തിന്റെ ചീഞ്ഞു നാറി വിത്താണ് താൻ. അധിനിവേശ സാമ്രാജ്യത്വം ഈ നാട്ടിലെ പ്രണയത്തെ പോലും ബാധിച്ചിരിക്കുന്നു. എന്തേ? എനിക്കൊന്ന് കക്കൂസേ പോണം, നിന്നെ കൊണ്ട് അത്രയും സാധിച്ചു. നാശം, ഇതെപ്പോ നിറയാനാ? അവൾക്കും അവളുടെ ഫെല്ലോ സ്വർണ്ണക്കരണ്ടികൾക്കും കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ, കുടിക്കാൻ കൊക്കക്കോള. ഞാനോ 1/2 ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്നു. അതും തീർന്ന? ഓ, കുറെ നേരം ആയല്ലോ, ഒന്നിറങ്ങടോ വാഴയിലെ. ഇപ്പൊ വാഴയില വേണ്ട ഗതികേടില്ല, വെള്ളമില്ല സഹാബേ. എനിക്ക് നിന്റെ അറിവുള്ളതാ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങടോ. അയ്യേ, ആ വെള്ളം ഇങ്ങനതാ, അല്ലെങ്കിൽ ആകെ നാട്ടക്കേസാവും. താ തീർന്നോ? ഓ, താങ്ക് യു. നാശം. അല്ലെങ്കിലും 5 സ്റ്റാർ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് എന്നും സാധാരണക്കാരോട് പുച്ഛമായിരിക്കും. അത് പെണ്ണൂടെ ആണെങ്കിൽ പിന്നെ പറയാനുമില്ല. ഇനി തല പോയാലും ഞാൻ തോറ്റു കൊടുക്കില്ല. അവളവളുടെ പാട്ടിന് പോട്ടെ. എന്റെ കഴിഞ്ഞ് എന്താണ് ഒറ്റക്കൊരു സംസാരം? നൈരാശ്യമൂത്ത് പ്രാന്തായ. അയ്യോ, എന്റെ സഖാവ് ചെകുവരാ, എന്ത് പുല്ല് പണിയാണ് താനീ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ട് ഇതെടുത്തോളൂ. ഇത് ആർക്കും വേണ്ട, അവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ തുടച്ചു. പാർട്ടിയുടെ കൊടികീറിയതിനെ തുല്യ പന്ന പത്രരംഗത്തെ പ്രതിപാദനായ രാജേന്ദ്രൻ വഴയിലോടാ നിന്റെ കളി. നിന്നെ ഞാൻ എഴുതിക്കൊള്ളൂടാ. സംസ്കാര ശൂന്യ കാമുകന്റെ കാമകേലികൾ. അപ്പൂപ്പന്റെ കാമകളി. അയ്യോ, തൊട്ടി കിണറ്റിലും പോയി ഈ കാളമാടന്റെ കാര്യം. അയ്യോ, പോണ്. മോനെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ചാടാൻ പോവല്ല. ഞാൻ വിചാരിച്ചു വലിയ വീട്ടിൽ ഞാൻ ഒറ്റക്കാവുന്നു. തൊട്ടി നമുക്ക് പിന്നെ എടുക്കാം. നിന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്തേ വാന്ന്? ഇതിനായിരുന്നു രാവിലെ ഇതൊരെണ്ണം അടിച്ചിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറുള്ളൂ. എന്റെ വാറ്റിന്റെ മഹത്വം നീയൊന്നും അറിയണമല്ലോ. ഇതൊരെണ്ണം അടിച്ചാ നിന്റെ എല്ലാ വേദനയും പമ്പ കടക്കും. പിന്നെ പെണ്ണില്ലേലെന്താ, പൈപ്പിന് വെള്ളമില്ലേലെന്താ, ഒരു പ്രശ്നമില്ല. പിന്നെ മലശോധനക്ക് നല്ലതാ. അടിയടാ. എനിക്കൊന്നും വേണ്ട. എന്ത് ചെക്ക് വരെ പറഞ്ഞിട്ടുണ്ടോ കഴിക്കണ്ടെന്ന്? കഴിക്കടാ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കുണ്ടാ ഹൃദയവേദന. എന്റെ പ്രേമവല്ലി. വേണ്ട വാഴയിലെ, പ്രേമവല്ലിയെ പറ്റി ഇപ്പൊ പറയല്ലേ. പറയണ്ടെങ്കിൽ പറയണ്ട മോനെ. 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. പോക്കറ്റില് കാരൽ മാക്സ് വേണം. കാരൽ മാക്സ്. ജോലിയും കൂലിയില്ലാത്ത നീ എന്ത് ചെയ്യാൻ? എടി, 20,000-ഓ 30,000-ഓ ശമ്പളം കിട്ടുമെന്ന് കരുതി ഒരു ബൂർഷയുടെ കീഴിൽ പുരോഗമന ചിന്താഗതിയുള്ള വിപ്ലവകാരിയായ ഒരു ചെറുപ്പക്കാരനെ ജോലി ചെയ്യാൻ കിട്ടില്ല. എന്റെ വോയിസ് പുറത്തു കൊണ്ടുവരാൻ പറ്റിയൊരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണാവോ? ഞാനൊരു ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. ഏത് മഞ്ഞപത്രത്തിന്റെയാ? രാഷ്ട്രബോധമില്ലാത്ത മരക്കഴുത, കുതിര, കൊരങ്ങ, ഞാൻ പോണു. ബൂർഷ്വാസി എന്നോടാ കളി ധിക്കാരി. മഞ്ഞപത്രമൊന്നും ഒരാവശ്യം വന്ന് സ്റ്റാർട്ടാകൂല. നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയനെ. ഓ പിന്നെ കൈ എടുക്കടി. ചൂടാവല്ലേ മാഷെ, എന്റെ കോമറേഡിന് തരാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയേ. ചെകുവരെ, ഇതെവിടെ കിട്ടി? അതൊക്കെ കിട്ടി. കൊള്ളാം, താങ്ക്സ്. അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. നാളെ രാവിലെ 10 മണി ഞാൻ ഹോസ്റ്റലിനടുത്ത് വരാം. അയ്യോ വേണ്ട അലക്സ്, എനിക്ക് പേടിയാ. ഇനി എന്ത് പേടിക്കാൻ? നീ സ്നേഹയുടെ വീട്ടിൽ കമ്പൈൻസ് എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ചാടുന്നു. നാളെ നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നു. വൈകുന്നേരം 6 തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നു. എന്നാലും നമ്മൾ എങ്ങനെ പോണേ? എന്റെ ഈ ഫ്ലൈറ്റിൽ. ഇതിലോ?
വരെ പോയാൽ തിരിച്ചങ്ങോട്ട് ആംബുലൻസിൽ വരേണ്ടി വരും. എന്റെ അലക്സേ, തനിക്ക് ഈ തല്ലിപ്പൊളി വണ്ടി ഇതുവരെ കളയാറായില്ലേ? തല്ലിപ്പൊളി വണ്ടിയാ? ആ. എടി, വിപ്ലവകാരിയായ എന്റെ അച്ഛന്റെ വീരശൂര പരാക്രമങ്ങൾക്ക് മുഴുവൻ സാക്ഷ്യം വഹിച്ച മഹത്തായ വാഹനമാണ്. ആഹാ. നിനക്കറിയാമോ, ഇതിനിപ്പോ 32 വയസ്സുണ്ട്. അപ്പൊ പുരാവസ്തു അല്ലേ? ആക്രക്കാർക്ക് കൊടുത്ത പോക്കറ്റിൽ 5 കാശ് വീഴും. ഓ, കാശ് കാശ് കാശ്, ആ ഒരു വിചാരം മാത്രമേ നിനക്കുള്ളൂ. അല്ലെങ്കിലും സപ്രമഞ്ച കട്ടിലിൽ ജനിച്ചോണ്ട് നിനക്കൊക്കെ ബെൻസുകാരന്റെ സുഖം മാത്രമേ പിടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ദൈവമേ, തുടങ്ങി പുരാണം. എടി, രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ദേ ഒരു ലെക്സസ്, മുതലാളിത്തത്തിന്റെ മുഖമുദ്ര. അങ്ങനെ അവനിപ്പോ കയറി പോണ്ട. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവനൊന്നറിയട്ടെ. ചെവി പൊട്ടുന്നു. കേറിപ്പോടാ, ധൈര്യം ഉണ്ടായി കേറിപ്പോടാ. ഒന്ന് കേറ്റി വിട്ടേക്ക്. കേറ്റി വിടാന് അതാരാണെന്നറിയാമോ? അവനാണ് ബൂർഷ ശങ്കരൻ. ഓ. പാവപ്പെട്ട ചെത്തുതൊഴിലാളികളുടെ കഞ്ഞിൽ പാറ്റയിട്ട് ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് കോടീശ്വരനായി തെണ്ടി. ധൈര്യം ഉണ്ടായി കേറിപ്പോടാ. എന്താ കേറിപ്പോണ്ടേ? ആ, ഇപ്പൊ തീരും വിപ്ലവം. നാശം. അയ്യേ, ആകെ നാണക്കേടായി. നീ ഒന്ന് പോടി. എന്താടോ തനിക്ക് ചെവി കേട്ടൂടെ? ഓടാ പട്ടി. എടോ, താൻ ആ കുളത്തെങ്കിൽ അലക്സ് അല്ലേ? ആ, ഏതാടോ ഈ പെങ്കൊച്ച്? ആ, നടക്കട്ടെ നടക്കട്ടെ, സൂക്ഷിച്ചൊക്കെ പോ. വണ്ടി എടുക്കണോ? എടാ, ജീവനെ ഇന്ന് ഞാൻ എടാ, എറിയടാ. എടാ, എറിയാൻ. നീ ഉള്ളോണ്ട് ഞാൻ ക്ഷമിച്ചു. അല്ലെങ്കിൽ ഞാൻ അവനെ ഓ, വൃത്തികെട്ട ബൂർഷ, ഇവനൊക്കെ കയറ്റിക്കൊള്ളണം. എങ്ങനെയുണ്ട് മോളെ എന്റെ വിപ്ലവ ഗ്രാമ ഭംഗി? നീ പിടിച്ചിരുന്നു. വണ്ടി ഒരു പാലം കയറാൻ പോവാ. രക്ഷപ്പെട്ട. എന്താ ഹിന്ദുജി? ജോർജ് ബുഷ്, പ്രസിഡന്റ് ബുഷ്, അമേരിക്കൻ മുതലാളിത്തം തോയട്ടെ. അയ്യോ, ജോസഫ് ഏട്ടൻ, നീ അങ്ങോട്ട് വിളിച്ചേ. എന്തിന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ അവര് നിന്നെ കണ്ട ശരിയാവൂല. മോളെ അവിടെ വിളിച്ചേ. എന്താ കാര്യം? കാര്യം ഞാൻ പറയാം മോളെ. പ്രസിഡന്റ് ജോർജ് ബുഷ്. ദേണ്ട അലക്സ്, ലാൽ സലാം സഖാവേ. ലാൽ സലാം സഖാവേ, ഇതെന്താ പ്രതിഷേധ ജാഥയാണോ? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ബുഷും നമ്മുടെ മൻമോഹൻ സിംഗ് കൂടി ബംഗാൾ ഉൾക്കടലിൽ സൈനിക അഭ്യാസം നടത്തിയാണ്. ഞാനൊക്കെ ഇങ്ങനെ കൈയും കെട്ടി നോക്കിക്കൊന്നാണ് അവന്മാർ വിചാരിച്ചത്. പിന്നെ ചൈനയുമായിട്ട് ആയിക്കോട്ടെ, ഇത് സമ്മതിക്കൂല. ഇതിനെപ്പറ്റി പോളിറ്റ് ബ്യൂറോ എന്ത് പറയുന്നു? ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കണം. തിരക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് സഖാവേ സമയം? എല്ലാം ഈ ജോസഫ് തന്നെ ചെയ്യണ്ടേ? താൻ കൂടുന്നു ബുഷിന് കണ്ട് തെറി വിളിക്കാം. പിന്നെ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ സഖാവ് ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ വെക്കോ, ഞാൻ വീട്ടിൽ പോയിട്ട് അതുവഴി വന്നേക്കാം. സഖാവേ, ഒരു അരിപ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. തന്റെ പെങ്ങടെ കല്യാണക്കാരി, ഞാനതങ്ങ് വിട്ടുപോയി. ആ കോട്ടയം പാർട്ടി ശരിയാവുന്ന തോന്നണ. ആണോ? ആ, പക്ഷെ സ്ത്രീധന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവും തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഡിമാൻഡ്സും അത്ര വലുതല്ല. പക്ഷെ ജോസഫ് ഏട്ടാ, ഞങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രയൊന്നുമില്ല ഇപ്പൊ എടുത്തു കൊടുക്കാൻ. താൻ വിഷമിക്കണ്ടോ. മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റമാണ് ഇതിനെല്ലാം കാരണം. എല്ലാം ശരിയാവും. അപ്പൊ ഞാൻ വരട്ടെ. ലാൽ സലാം. പ്രസിഡന്റ് ബുഷ്. ആശ്വാസം. ഇന്ന് വാ, നമുക്ക് പോവാം. ഞാനെങ്ങും വരുന്നില്ല, തന്നെ അങ്ങ് പോയാൽ മതി. ചതിച്ചാ സോറിടാ. ഒരു സോറി ഇല്ല. എന്നെ ഇങ്ങനെ നാണം കെടുത്താനാണ് നാട്ടിൽ കൊണ്ടുവന്ന്. ഞാൻ പോവാ. അയ്യോ, എന്തു മോളെ, എന്റെ അവസ്ഥ ഇതായി പോയി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ, ഇങ്ങനെ ചില പാർട്ടി പ്രവർത്തകരെ പേടിച്ചേ പറ്റൂ. കാരണം പാർട്ടിക്കകത്തുള്ള എന്റെ ഇമേജ് അതാ. കുടുംബത്തൊന്നും ഒരു പ്രശ്നമില്ല. വാ, കേറ് പ്ലീസ് പ്ലീസ്. ദേ, ഞാൻ 100 ഏത്തിടാം. 1 2 ഒരു ചെഗുവേര. ഇനി ഇത് എപ്പോ സ്റ്റാർട്ട് ആവും? ഇപ്പൊ സ്റ്റാർട്ട് ആവും. Come on. ഓ, start ആയി. വണ്ടർഫുൾ.